ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ കാണുന്ന നിഫ്റ്റി ചാർട്ടാണ്. നിഫ്റ്റി ഒരു സൈഡ് വൈസ് ആണ്. രാവിലെ ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ ഒരു മൊമെൻ്റം മോളിലേക്ക് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പി സൈഡിലേക്ക് ഉണ്ടായിരുന്നു. സി സൈഡും ബി സൈഡും നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. രണ്ടിനും നല്ല രീതിയിലുള്ള ഒരു ടാർഗറ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൊമെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മാർക്കറ്റ് ഉച്ച കഴിഞ്ഞിട്ടൊരു 12 മണിക്ക് ശേഷമൊക്കെ പിന്നെ രണ്ട് സൈഡ് വൈസ് ആയി. വലിയ മൂവ്മെൻറ്റുകളൊന്നും വന്നിട്ടില്ല. ട്രേഡ് വന്നിട്ടുണ്ട്, പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ 10 പോയിന്റ് 15 പോയിന്റ് അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൂ. നമുക്ക് 10 മിനിറ്റിൽ ഇറങ്ങേണ്ട വരും, 10 ക്യാൻഡിൽ നോക്കിയിട്ട് ഇറങ്ങേണ്ട വരും. അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് നടന്നേക്കണത്. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ടോട്ടൽ ഓവർവ്യൂ നിഫ്റ്റിനെ കുറിച്ചിട്ട് ഇതാണ്. മൂവ്മെൻറ്റ് ഉണ്ടോ ചോദിച്ചാൽ മൂവ്മെൻറ്റ് ഉണ്ട്. ഇത് കണ്ടിന്യൂ മൂവ്മെൻറ്റ് ആയിട്ടില്ലേ. ഇത് ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ടാണ്. ക്രൂഡ് ഓയിലിൻ്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെയാണ്. പ്രീമിയം ഒക്കെ 500 രൂപയ്ക്കാണ് പ്രീമിയം വരുന്നത്. ഒരു ലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 50,000 രൂപ ചിലവുണ്ട്. അപ്പോൾ മിനി ലോട്ടുകളൊക്കെ നിങ്ങൾ പ്രിഫർ ചെയ്യുക. മാക്സിമം മിനി ലോട്ട് എടുത്ത് പോകാൻ നോക്കുക കേട്ടോ. ഇപ്പോൾ 500 രൂപയ്ക്കാണ് അതിൻ്റെ റേറ്റ് വരണത്. അർദ്ധ മണിക്ക് വരണ കാര്യം പറയണത് കേട്ടോ ഞാൻ. പിന്നെ അത്യാവശ്യം ആൾക്കാർ ബൈ സെല് ചെയ്തിട്ടുള്ള പൊസിഷൻ അങ്ങനത്തെ ഒരു വിലയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കംഫർട്ടബിൾ ആയൊരു പ്രൈസ് റേഞ്ച് അല്ല. അപ്പോൾ മാക്സിമം നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പ്രീമിയം കൂടുന്തോറും എസ് എല്ലിൽ പോകാനുള്ള ചാൻസും കൂടും. മനസ്സിലായില്ലേ. നമുക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് 10 പോയിന്റ് കളയാനുള്ള അവസരം പ്രീമിയം കൂടുള്ളപ്പോൾ നമുക്ക് ചിലപ്പോൾ 15 മിനിറ്റ് കൊണ്ട് പോയി കിട്ടും. അപ്പോൾ അതാണ് പ്രീമിയം കൂടുമ്പോഴുള്ളൊരു പ്രശ്നം. ഒഴിവായി നിൽക്കാമെന്നല്ല, ടോട്ടൽ ഒഴിവാകുന്നല്ല, നമുക്ക് മിനിയിലോട്ട് ചെയ്യാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ വലിയ പ്രശ്നങ്ങൾ വരില്ല അവിടെ. എസ് എല്ലും നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും കൺട്രോൾഡ് ആയിരിക്കും കാര്യം. അപ്പോൾ അതാണ് ക്രൂഡ് ഓയിലിൻ്റെ കാര്യം പറയാനുള്ളത്. നമുക്കിന്ന് ബിറ്റ് കോയിനിൽ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു രാവിലെ. ഫ്രീ ഗ്രൂപ്പാണ് കേട്ടോ. ബിറ്റ് കോയിൻ നമ്മൾ ചെയ്യുന്നത് ഫ്രീ ഗ്രൂപ്പിലാണ്. അപ്പോൾ അതിൽ രാവിലെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു 200 പോയിന്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ബിറ്റ് കോയിനെ കുറിച്ച് എത്രയാണ് പറയാനുള്ളത്. ഡെയിലി ഒരു ട്രേഡ് 2 ട്രേഡൊക്കെ കിട്ടും. നമ്മൾ ടൈം അനുസരിച്ച്, എൻ്റെ ഒരു ഫ്രീ ടൈം അനുസരിച്ചിട്ടാണ് ബിറ്റ് കോയിൻ ട്രേഡ്. എല്ലാ ട്രേഡും കൊടുത്ത് പോകണ പോക്കിൽ ബിറ്റ് കോയിനും കൊടുത്ത് പോകുക എന്നുള്ള കൺസെപ്റ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട് കിടന്നത്. അതിന് വേണ്ടിയിട്ടിരിക്കലല്ല. നമുക്ക് അവിടെ ട്രേഡ് വരും, പ്രോഫിറ്റ് വരും, ലോസ് വരും, ഒക്കെ നടക്കേണ്ട സംഭവം തന്നെയാണ്. പ്രോഫിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ 150, 200, 300 ഒക്കെ വരും ഡോളർ. നിങ്ങൾ ആ ഒരു ലോട്ടിനെ ഫുള്ളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിനി ലോട്ട് എടുക്കുമ്പോൾ ഈ പറഞ്ഞ $200 ആവില്ല. ചിലപ്പോൾ $100 ആയിരിക്കാം, ചിലപ്പോൾ $20 ആയിരിക്കാം. ഫുൾ ടാർഗറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും മിനി ലോട്ട് എടുക്കുന്നവർക്ക്. അല്ലാത്തവർക്ക് ഈ പറഞ്ഞ പ്രോഫിറ്റാണ് കിട്ടുക. നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അതിൽ കയറിയിരിക്കുന്ന ആൾക്കാർ, ഫ്രീ ഗ്രൂപ്പിൽ കയറിയിരിക്കുന്ന ആൾക്കാർ അത് നോക്കിയിട്ട് ചെയ്യുക. മാക്സിമം എടുത്ത് പഠിക്കുക കേട്ടോ. പിന്നെ നമുക്കുണ്ടായിരുന്നു ഇത്രയും സ്ട്രൈക്കുകളിലായിരുന്നു ട്രേഡ് ഉണ്ടായിരുന്നത്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലാണെന്ന് കൊടുത്താണത്. സെൻസസിന് എടുത്തിട്ടില്ലേ. അതൊരു 500 രൂപ പ്രീമിയം വരുന്നുണ്ട്. അത് വലിയതായിട്ടല്ല, ഞാൻ പറയുകയാണ് 500 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാങ്ക് നിഫ്റ്റി എടുത്തു എന്ന് മാത്രം. ബാങ്ക് നിഫ്റ്റിയും 500ൻ്റെ താഴത്ത് കിട്ടാവുന്ന ഒരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യാന്നുള്ള ലെവലിലാണ്. നമുക്ക് ഈ 4 ഓപ്ഷൻസിലാണ് ട്രേഡ് ഉണ്ടായിരുന്നത്. ഇത് പി സൈഡാണ്. 24,800 പി ആണ്. 24,800 പി ഈ ഒരൊറ്റ ട്രേഡാണ് ആക്ടിവേഷൻ നടന്നേക്കണത്. ഇത് ഫുൾ ടാർഗറ്റ് പോലുള്ള ട്രേഡാണ്. ഇത് ഫ്രീ ഗ്രൂപ്പിലും കിട്ടിയിട്ടുണ്ടാവും. എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. ഈ പ്രൈസൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. എൻട്രി പ്രൈസ് കേട്ടോ. ഞാൻ ഈ പ്രൈസ് എന്ന് ഉദ്ദേശിച്ചത് 58, 30 എന്ന് പറഞ്ഞ പ്രൈസാണ്. അത് ഫ്രീ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എടുക്കാം. ഇനി മുകളിലാണെങ്കിൽ 109 ആണ്. നമുക്ക് കാണാൻ പറ്റും 109 ട്രേഡ് ആക്ടിവേഷൻ നടന്നിട്ടില്ല. അവിടേക്ക് ക്യാൻഡിൽ വരുന്നു, റിജക്ഷൻ വരുന്നു. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻറ്റ് ലെവലാണ് 109. അവിടെ നിന്ന് മുകളിലേക്ക് കയറി പോകാനുള്ള പ്ലാൻ തന്നെയാണ് സ്ട്രൈക്കിൽ കേട്ടോ. ബേസിക്കലി ഇപ്പോൾ ഒന്നും നടന്നിട്ടില്ല, സൈഡ് വൈസ് ആണ്. ഇപ്പോൾ പി സൈഡ് നമുക്ക് ഫുൾ ടാർഗറ്റ് വന്നിട്ടുണ്ട്. 10 പോയിന്റ് 50 ടാർഗറ്റ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ദിവസവും ഇങ്ങനത്തെ ഒരു ഫുൾ ടാർഗറ്റ് വരുന്നതിൽ നിർബന്ധമൊന്നുമില്ല. ഇത് നമുക്ക് ഒരു 3ാമത്തെ 4ാമത്തെ ട്രേഡാണിത് ഫുൾ ടാർഗറ്റ് വന്നത്. അതിന് മുമ്പ് 3 ട്രേഡ് ഉണ്ടെന്ന് നിങ്ങൾ ഫസ്റ്റ് ചിന്തിക്കുക. ആ 3 ട്രേഡിൽ പ്രോഫിറ്റ് ഉണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഈ ഒരു ട്രേഡിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എടുക്കുകയോ ഇല്ലയെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് കിട്ടുന്ന ട്രേഡിൽ ഫുൾ ടാർഗറ്റ് കിട്ടുകയാണെങ്കിൽ അടിപൊളിയാണ് കാര്യം. അപ്പോൾ മാക്സിമം നിങ്ങൾ അങ്ങനെ ശീലിക്കുക. 10 മിനിറ്റിൽ നമുക്കൊരു പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോസ്റ്റ് ഒക്കെ ഇടാം. ഇതിപ്പോൾ കോസ്റ്റ് ഇട്ടാലും അടിക്കില്ല, അത്യാവശ്യം പ്രോഫിറ്റിക്ക് പോവുകയും ചെയ്യും. ഈ 50 പോയിന്റ് എല്ലാവരും എടുത്തു എന്നല്ല പറയണത്. നല്ല രീതിക്ക് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി ട്രേഡാണെന്ന് മാത്രം കേട്ടത്. രാവിലെ കിട്ടിയ ട്രേഡാണ്. നമുക്ക് കാണാൻ പറ്റും 10:38 ഈ ട്രേഡ്. 10:37, 38 ടൈമിനാണ് ആക്ടിവേഷൻ നടക്കുന്നത്. നമുക്ക് എടുക്കാൻ പറ്റണത്. ഇവിടുന്ന് ക്യാൻഡിൽ പിന്നെ 11:31 ആയപ്പോൾ 50 പോയിന്റ് വന്നു, ഫുൾ ടാർഗറ്റ് വന്നു. 1 മണിക്കൂറോണാണ് ഫുൾ ടാർഗറ്റ് വന്നത്. അപ്പോൾ ടൈമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളത് നോക്കിയിട്ട് ചെയ്യുക. നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്താലാണ് നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് വരുള്ളൂ. നമുക്കത് പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി വലിയ മൂവ്മെൻ്റൊന്നും കാഴ്ച വെച്ചിട്ടില്ല കേട്ടോ. ബാങ്ക് നിഫ്റ്റി നമുക്കുണ്ടായിരുന്നത് 55,700 പിയിലാണ്. 2 ട്രേഡ് കിട്ടി, ഒരെണ്ണം എസ് എൽ, ഒരെണ്ണം ടാർഗറ്റ്. ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 77 പോയിൻ്റാണ് ബാങ്ക് നിഫ്റ്റി മൂവ് ആയിരിക്കണത്. 77-80 പോയിന്റ് ബാങ്ക് നിഫ്റ്റി മൂവ് ആയിട്ടുണ്ട്.
അപ്പോൾ അതാണ് 1:2 ആണ്. ഇപ്പോൾ ഇവിടെ സെൽ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ റിക്കവർ ആക്കത്തുള്ള കാര്യം. 30 പോയിന്റാണ് ബാങ്ക് നിഫ്റ്റിക്ക് എസ്എൽ, 150 പോയിന്റാണ് ടാർഗറ്റ്. ഇതിലിപ്പോൾ 70 പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഹാപ്പിയാണ് കാര്യങ്ങൾ. ഈ ബാങ്ക് നിഫ്റ്റിയുടെ കുറച്ച് കാര്യങ്ങളാണ് പിന്നെയും നോക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ഈ വരയ്ക്കണ കാര്യം എന്താണ് ഇങ്ങനെ വരയ്ക്കണതെന്ന് കൂടി ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ക്യാനിൽ ഇവിടെ നിൽക്കുന്നത് അടിയിലേക്ക്, അതായത് ഇവിടെ നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്? ഞാൻ കൊടുത്ത പ്രൈസ് ഇവിടെ കാണാൻ പറ്റും 402 402ൻ്റെ മുകളിലാണ് ഇത്രയും കാൻഡിഡേറ്റുകൾ മുകളിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഡിപ്പിലേക്ക് ഇറങ്ങി. ഈ ഇറക്കം കണ്ടില്ലേ നിങ്ങൾ? ഈ ഇറക്കം ഇറങ്ങുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഇവിടെ വരുന്ന നടത്തും. ഇവിടെ ക്യാൻഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെയും ബൈയിങ് ഓപ്പർച്യൂണിറ്റി. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആകെ 70 പോയിന്റേ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ എടുക്കണ ടാർഗറ്റ് 150 പോയിന്റാണ്. അപ്പോൾ ഇനി ഒരു 80 പോയിന്റ് കൂടി വരാണ്ട്. അപ്പോൾ സ്റ്റിൽ മൊമെൻറ്റം ഈ ഒരു പ്രൈസിൽ ഇനി നിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ എനിക്ക് പറയാനുള്ളൊരു കാര്യം. നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ക്യാൻഡിൽസ് ഇവിടെ നിൽക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റില്ല. അടിയിലേക്ക് ഇറങ്ങി തിരിച്ച് കയറുന്ന സമയത്ത് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. പക്ഷെ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണത്. പക്ഷേ ക്യാൻഡിൽ ഇത്തിരി മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കത് ഇഗ്നോർ ചെയ്യേണ്ട വരും. അതെനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണേണ്ട ഇവിടെ ഒരു ഇത്രയും മുകളിലാണ് ഓപ്പൺ ആയിക്കണത്. പിന്നെ ക്യാൻഡിൽ മുകളിൽ കയറി കഴിയും. നമുക്ക് ഇവിടെ നിന്ന് ലിമിറ്റ് തന്നെ മാക്സിമം എടുക്കാൻ നോക്കണം. എന്നാലാണ് ഒരു ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പോൾ ഇഗ്നോർ ചെയ്യണം. ഈ ഒരു ഫസ്റ്റ് ട്രേഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കണം, അതേപോലെയാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ്. മെയിനായിട്ടുള്ള കാര്യം പുതിയത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ലോജിക്കലി ചിന്തിക്കുക കേട്ടോ. അതിൽ വലിയ തിയറിയും കാര്യങ്ങളൊന്നുമില്ല. ഈ സ്റ്റഡി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ കുറേ സ്റ്റഡികളുടെ തലയിൽ വയ്ക്കണ കാരണമാണ് നിങ്ങൾക്കത് മനസ്സിലാവാത്തത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. നിങ്ങൾ പഠിക്കണമെന്നൊന്നും പറയണമെന്നില്ല. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയിരിക്കുക. നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. എന്തായാലും കുറേ പഠിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് തലയിൽ വയ്ക്കുക, അത്ര ഉള്ളൂ കാര്യം. ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇറങ്ങി, മനസ്സിലായില്ലേ? ഇവിടെ നിന്ന് ഇറങ്ങി നമ്മളൊരു ഓപ്പർച്യൂണിറ്റി നോക്കി. ഇവിടെ നോക്കുമ്പോൾ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി വന്നു. നമ്മുടെ കണ്ടീഷൻ മോളിക്കുക, ഇവിടെ നിന്ന് ട്രേഡ് എടുത്ത് മോളിക്ക് പോകണം. പക്ഷേ ഇവിടെ മാർക്കറ്റ് ചെയ്തത് നമുക്ക് SL വരെ ചെയ്ത്. അപ്പോൾ ഓക്കെ, അവിടെ SL അടിച്ചു. ഇനി അതേ സെറ്റപ്പ് തന്നെയാണ്, ഈ കണ്ടീഷൻ തന്നെയാണ് പിന്നെ ആക്ടിവേറ്റ് ആവുന്നത്. പിന്നെയും മാർക്കറ്റ് എവിടേക്ക് തന്നെയാണ് വരുന്നത്, അടിയിലേക്ക് ഇറങ്ങി. പിന്നെ നമ്മൾ അതേ പൊസിഷൻ തന്നെയായിട്ട് ഈ ഒരു പൊസിഷൻ തന്നെയാണ് ട്രേഡ് എടുക്കാൻ പോണത്. ഇവിടെ നിന്ന് നോക്കുക, ഇതേ കാര്യം തന്നെ ഇവിടെ നടക്കണത്. നമ്മൾ അവിടെ SL അടിച്ചാലും ഇവിടെ നമ്മൾ പ്രോഫിറ്റിക്ക് വന്നു. നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടീഷൻ സെയിം ആണ്. നിങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് SL അടിക്കുക. SL എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-7 ട്രേഡെങ്കിലും നിങ്ങൾക്കൊരു 10-15 പോയിന്റിലും കിട്ടുന്നതാണ് എൻ്റെ ഒരു ആക്യുറസി ഞാൻ പറയുന്നത്. അതിൽ 3 ട്രേഡൊക്കെ ഫുൾ ടാർഗറ്റ് വരും, അത്രയുള്ള കാര്യം. അപ്പോൾ ഇങ്ങനത്തെ 2 കണ്ടീഷനിൽ ഈ ട്രേഡ് വന്നാണ്. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ട്രേഡ് കിട്ടി, ഒരു മൂവ്മെൻറ്റ് നടത്തി. ഇനിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടോ. ഇവിടെ നേരത്തെ കുറച്ച് കാര്യം ഇനിയാണ്. അപ്പോൾ പിന്നെയും മാർക്കറ്റ് ഇങ്ങോട്ട് തന്നെ വന്നു ഈ പൊസിഷനിലേക്ക്. അതായത് നിങ്ങളിവിടെ ഹോൾഡ് ചെയ്തു, നമുക്കൊരു പ്രോഫിറ്റ് കണ്ടു. പക്ഷേ മാർക്കറ്റ് പിന്നെ അടിയിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ എടുക്കാമെന്ന്, ഈ ഒരു പൊസിഷനിൽ 402 പിന്നെ ലിമിറ്റിൽ എടുക്കാമെന്ന്. അത് നടക്കില്ല. അതാണ് ഞാൻ പറയണത്, അവിടെ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അടിയിലേക്ക് തന്നെ പോയി പിന്നെ ഒറ്റയടിക്ക് ബയേഴ്സ് വന്നു. അതൊക്കെ ഫേക്കാണ് കേട്ടോ. നിങ്ങൾ അവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ വലിയ മൂവ്മെൻ്റ് ഒന്നും കിട്ടില്ല. ചെറിയൊരു മൂവ്മെൻറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇത്രയും ദൂരത്തേക്ക് ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് കാണാണ്ടാവും. ആ ഒരു ചെറിയ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് അത്രയും പ്രോബിലിറ്റി കുറവാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അടിയിൽ എടുക്കാൻ പറ്റില്ല. നിങ്ങൾ പിന്നെ ഒന്ന് അടിയിലേക്ക് ക്യാൻഡിൽ പോയിട്ട് സെയിം സിനാരിയോ, മൂന്നാമത്തെ എൻട്രി ആണത്, സെയിം സിനാരിയോ ഇവിടെ ആക്ടിവേറ്റ് ആവണം. ഇപ്പം ഈ ഒരു ട്രേഡിൽ 3 സിനാരിയോ നടന്നിട്ടുള്ളൂ, 3 ട്രേഡ് നടന്നിട്ടുള്ളൂ. ഒരെണ്ണം ഫസ്റ്റ് ടാർഗറ്റ്, പിന്നെ ഒരെണ്ണം 70 പോയിന്റ്, പിന്നെ ഒരെണ്ണം എൻട്രി മിസ്സായത്. ഈ ഒരു 3 സെറ്റപ്പാണ് ഇതിൽ വന്നേക്കണത് ഈ ഒരു ഭാഗത്ത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം നമ്മളൊരു മൊമെൻ്റാണ് ട്രേഡ് ചെയ്യണത്. ഇതാണ് മൊമെൻ്റം ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ട്രേഡിൽ 70 പോയിന്റ് വന്നല്ലേ, ഈ സൈഡ് വന്ന പോയിന്റാണ്. അപ്പോൾ അതാണ് മൊമെൻ്റം. ആ മൊമെൻ്റം നമുക്ക് കണ്ടിന്യൂസ് കിട്ടി 150 പോയിന്റ് കിട്ടണം. അതാണ് ഞാൻ പറയണത്. അതിന് വേണ്ടി നമ്മൾ 3 ട്രേഡാണ് ഇവിടെ പിക്ക് ചെയ്യണുള്ളൂ. ലോജിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മൾക്ക്. ക്യാൻഡിൽസ് എത്ര തലകുത്തി പറഞ്ഞാലും നമ്മൾ ഇങ്ങനത്തെ ട്രേഡ് എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ട്രേഡ് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ട്രേഡാണെന്ന് എനിക്ക് തോന്നുന്നു ചിലവർക്ക്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിക്ക് വരുന്നുണ്ടാവും, നന്നായിട്ട് ചെയ്യണവരായിരിക്കാം. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സെറ്റപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ പഴയ ചെയ്ത കാര്യങ്ങളായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അതൊന്നും നിങ്ങൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള രീതിയൊന്നും പറ്റില്ല. നേരത്തെ അതേ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ഫസ്റ്റ് ട്രേഡ് കിട്ടി. നമുക്ക് ഇവിടെ നിന്ന് എൻട്രി ഉണ്ട്. ഞാൻ ഈ ലെവല്, അതായത് 63 പറഞ്ഞാൽ ഈ ലെവല് മോർണിംഗ് കൊടുത്തതാണ്. ഈ ഒരു ലെവല് കൊടുക്കാൻ കാരണം
ഡേ ഹൈ ആണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് വലിയ തീരൊന്നുമില്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ റെഡ് ക്യാൻഡിൽ കാണാണ്ടാവുമല്ലോ, ഈ റെഡ് ക്യാൻഡിലെ ഡേ ഹൈ ആണ്. എങ്ങനെയായി? ദിവസത്തെ ഫസ്റ്റ് ക്യാൻഡിലാണ്. ഇപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ നിങ്ങൾക്ക് ഡേ ഹൈ എടുക്കാം, ആ ക്യാൻഡിലുടെ ഹൈ എടുക്കാം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹൈ ആണ്. അത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ടേൺ എടുക്കാം. ഇവിടെ നമുക്കൊരു റെഡ് ക്യാൻഡിൽ വന്നിട്ടില്ല, പക്ഷേ ക്യാൻഡിൽസ് മുകളിൽ പോയി. അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ 86 86 ഞാൻ മോർണിംഗ്, അതായത് 8:30 കൊടുത്തിട്ടുള്ള ലെവലാണിത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി. ഇവിടെ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ആക്ടിവേറ്റ് നമുക്ക് ട്രേഡ് എടുക്കാം. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൈസകളുടെ വ്യത്യാസം ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല. ലിമിറ്റ് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ കിട്ടില്ല. 3 വ്യത്യാസം നോക്കിയിരുന്നതിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എടുക്കാണ്ടിരിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വേണമെങ്കിൽ എടുക്കാണ്ടിരിക്കുക. അത്ര നമുക്ക് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നമുക്ക് ഈസിയായിട്ട് എടുക്കാം. 10 പോയിന്റ് എസ് എൽ ഇടാന്ന് മാത്രം. ഈ എസ് എൽ ഉള്ള നേരത്ത് നിങ്ങൾ ഈ 10 പോയിന്റ് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിച്ചു പോകും. നിങ്ങൾ ഇത്തിരി ഇറക്കി വെക്കേണ്ടി വരും, എസ് എൽ കൂട്ടേണ്ടി വരും. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഇത്തിരി ഇറങ്ങിയിട്ട് ട്രേഡ് എടുക്കാൻ. അതായത് ഈ ഒരു പൊസിഷൻ കണ്ടില്ലേ, ഈ ഒരു ഗ്യാപ്പുള്ള ഏരിയ, അതായത് ക്യാൻഡിൽസ് വരാത്തൊരു ഏരിയ, ഇവിടെയൊക്കെ എൻട്രി എടുക്കുക. ഇനിയിപ്പോൾ അവിടെ മിസ്സായി, കുഴപ്പമില്ല. അടുത്ത ലെവലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് 112. അവിടെ നമുക്ക് കറക്റ്റായിട്ട് ലിമിറ്റിലേക്ക് വന്നിട്ടുള്ള ട്രേഡാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവരും കിട്ടും. ഇതൊരു 20 പോയിന്റ് പോയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇതുവരെയുള്ള കഥ കറക്റ്റാണ്. ഇതുവരെ നിങ്ങൾക്ക് 20 പോയിന്റ് അവിടെ വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഒരു ട്രേഡ കിട്ടിയുള്ളൂ, 20 പോയിന്റ് ഉള്ളൂ, ഓക്കെ സമ്മതിച്ചു, അത് 20 പോയിന്റാണ്. പിന്നെ അടുത്തൊരു സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത സിനാരിയോ ആണ് രസം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ഇവിടെ 20 പോയിന്റ് കിട്ടി, ക്യാൻഡിൻ്റെ അടിയിലേക്ക് ഇറങ്ങിയല്ലോ. ഇനി ഞാൻ പറഞ്ഞായിരുന്നു റീ എൻട്രി എടുക്കാം, ആ ലെവലിൻ്റെ മുകളിൽ റീ എൻട്രി എടുക്കാം. എങ്ങനെ എടുക്കണം? സെയിം കണ്ടീഷൻ തന്നെയാണ്. ഇവിടെ ക്യാൻഡിൽ പിന്നെയും കയറി, നിങ്ങളിവിടെ നോക്കുക, ഇവിടെ റെഡ് ക്യാൻഡിലിൻ്റെ ക്ലോസിങ് അടിയിലാണ്, എൻ്റെ ബോഡി ക്ലോസ് അടിയിലാണ്. മനസ്സിലായില്ലേ? ഇതിൽ സൂം ചെയ്തിട്ടൊക്കെ നോക്കുക കേട്ടോ. നിങ്ങളുടെ മൊബൈലാണെങ്കിലും ടി വി ആണെങ്കിലും ടാബ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ഇത് സൂം ചെയ്ത് നോക്കുക. ഇവിടെ ക്യാൻഡിൽ ക്ലോസ് റെഡിൻ്റെ അടിയിലാണ്. നമ്മുടെ കണ്ടീഷൻ ഇവിടെ ആക്റ്റീവ് ആയിട്ടില്ല. ഞാൻ ഇവിടെ ഈ ട്രേഡ് കഴിയുമ്പോൾ പറഞ്ഞത് കണ്ടീഷൻ ആക്ടിവേറ്റ് ആകുമ്പോൾ റീ എൻട്രി എടുക്കാനാണ്. അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഇവിടെ ആക്ടിവേറ്റ് ആയിട്ടില്ല. നിങ്ങളിവിടെ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ട്രാപ്പാണ്, അടിയിലേക്ക് ഇത്രയും വന്നു. മനസ്സിലായില്ലേ? അത് ഞാനിവിടെ ഓൾറെഡി പറഞ്ഞത്. ഇതിൻ്റെ മുകളിൽ റെഡ് ക്യാൻഡിൽ ക്ലോസ് ആണെങ്കിൽ മുകളിലേക്ക് പോവുള്ളൂ. അതെന്താ കാരണം എന്നൊക്കെ തിയറിയാണത്. മനസ്സിലായില്ലേ? നമ്മൾ എടുക്കുന്ന ഈ പൊസിഷനൊക്കെ 112, 86, 60 സംതിങ്, ഇതൊക്കെയും സെല്ലേഴ്സ് ഹോൾഡ് ചെയ്യണ ഒരു ഏരിയ ആണ്. സെല്ലേഴ്സിൻ്റെ ഓർഡേഴ്സുള്ള ഏരിയ ആണ്. അതിൻ്റെ മുകളിലാണ് ബൈയിങ് നമ്മൾ ചെയ്യണത്. ഈ ബൈയിങ് ക്യാൻഡിൽ നിങ്ങൾ കാണാണ്ടാവും, ഒരു തുടർച്ചയായി ബൈയിങ് ക്യാൻഡിലൂടെ കാണാണ്ടാവും. അതായത് 63 തുടർച്ചയായി ബൈയിങ് ക്യാൻഡിൽ. ഇത് ബയ്യേഴ്സ് കയറുമ്പോൾ മാത്രമാണ് ഈ ബൈയിങ് ക്യാൻഡിൽ വരുന്നത്. അതെന്താ കാരണം? ഇവിടെ ഉള്ള സെല്ലേഴ്സിൻ്റെ ഓർഡറുകളാണ്. ഈ ഓർഡറിൻ്റെ മുകളിൽ നമ്മൾ അവരുടെ എക്സിറ്റ് ചെയ്യിപ്പിക്കുന്നതോടുകൂടി മാർക്കറ്റിൽ ബയ്യേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഇത്രയും ബൈയിങ്. പിന്നെ നേരെ പോയിട്ട് ഹൈ എത്തി, 60 130 എത്തി കഴിഞ്ഞാൽ ഹൈ ആയി. ഓട്ടോമാറ്റിക്കലി ഒരു 70 പോയിന്റ് 80 പോയിന്റ് ഒക്കെ നിഫ്റ്റി മൂവ് ആയി. അപ്പോൾ ഒരു വലിയൊരു ഹൈ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇത്തിരി റിവേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് 20 പോയിന്റ് കിട്ടി. ഇനി അടിയിൽ പോയിട്ട് തിരിച്ചു കയറുന്ന സമയത്ത് ഈ റെഡ് ക്യാനിൽ പിന്നെയും നോക്കണം. ഈ പൊസിഷനിൽ പിന്നെയും നിൽക്കുന്നത് ഈ സെല്ലേഴ്സ് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ മുകളിൽ ട്രേഡ് എടുക്കുമ്പോൾ റെഡ് ക്യാൻഡിൻ്റെ ബോഡി ക്ലോസ് മുകളിൽ വരണം. അപ്പോഴാണ് നമുക്ക് അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ കുറയുന്ന രീതിയിലേക്ക് വരുള്ളൂ കാര്യങ്ങൾ. ഈ സെയിം ഈ ഗ്രീൻ ക്യാൻഡിലുകൾ ഇനിയും ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാവില്ല. നിങ്ങളിവിടെ നോക്കിക്കോ, ഇവിടെ സെല്ലേഴ്സ് അടിയിൽ ക്ലോസ് ചെയ്തോട് വിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞ റീ എൻട്രി എടുക്കാനാണ്. അപ്പോൾ ഈ റെഡ് ക്യാനിൽ അടിയിൽ ക്ലോസ് ചെയ്തു, ഇവിടെ ഗ്രീൻ ക്യാനിൽ മുകളിൽ ക്ലോസ് ചെയ്തു. റെഡ് ക്യാനിലില്ല, ഗ്രീൻ ക്യാനിൽ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ഇവിടെ റെഡ് ക്യാനിൽ ക്ലോസ് ചെയ്തോട്ട് പിന്നെ അവിടെ റെഡ് ക്യാനിൽ മാത്രമായി. നിങ്ങൾ കറക്റ്റായിട്ട് ലോജിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ചാൽ നിങ്ങളത് പഠിച്ചു വന്നാലേ നമുക്ക് ഒരു സക്സസ് റേറ്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതാണ് അടുത്ത കാര്യം. പുതുതായിട്ട് കേൾക്കുന്ന ആൾക്കാർ ഫ്രീ ഗ്രൂപ്പിൽ വരുന്ന ട്രേഡുകൾ നോക്കി വെക്കുക. നിങ്ങൾ ചാർട്ടിലിരിക്കുക കേട്ടോ. ചാർട്ടിലിരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അപ് സ്റ്റോക്ക് എടുത്ത് ഈ സ്ട്രൈക്ക് കൊടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ബൈ പിടിച്ച് നിൽക്കാവും നിങ്ങൾ. ഇത് ബേസിക്കലി ഞാനും പോയിട്ടുള്ള കാര്യങ്ങളാണ്. ബൈ പിടിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. പ്രൈസ് എത്തുമ്പോൾ ബൈ എടുക്കുക, അത്രയുള്ള പരിപാടി. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് പലരും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ ഈ ചാർട്ടിലേക്ക് വരണം. ഇതിൽ ഒരു 80% ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. 80%-ൽ 90% ആൾക്കാരും ഈ മറ്റേ ബ്രോക്കറിൻ്റെ ഉള്ളിലത്തെ ചാർട്ട് വരെ നോക്കണ്ടാവില്ല. അപ്പോൾ അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകം ഉപരി ഇൻകം, അതായത് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുന്നതിനേക്കാളും ഇതിലൊരു കണ്ടിന്യൂസ് ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെന്ന് മാത്രം. നിങ്ങളിപ്പോൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഞാനത് പറയുന്നത് അത് കറക്റ്റായിട്ട് കേട്ടാൽ മതി. മനസ്സിലായില്ലേ? നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുക. അപ്പോൾ ഒരു ഐഡിയ കിട്ടും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നിങ്ങളുടെ കുറേ ട്രേഡിങ് സെറ്റപ്പ് ഉണ്ടാവുമല്ലോ.
അപ്പോൾ അതിലേക്ക് ഈ ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതാണ് ഞാൻ പറയണത്. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയൊരു ടൈപ്പ് എൻട്രി കിട്ടും അവിടെ. നിങ്ങൾ ഏത് സ്ട്രാറ്റജി പഠിച്ച ആളാണെങ്കിൽ ശരി, നിങ്ങൾ വേണമെങ്കിൽ അത് ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് അടിപൊളി എൻട്രികൾ കിട്ടും. അപ്പോൾ ടോട്ടലി ട്രേഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവിടെയൊക്കെ എൻട്രി കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും SL അടിക്കില്ല കേട്ടോ, SL അടിക്കില്ലേ. പക്ഷേ 10 മിനിറ്റിലൊക്കെ നിങ്ങൾ ഇറങ്ങുക. ഹോൾഡ് ചെയ്തെന്ന് കഴിഞ്ഞാൽ ഒരു 5-6 പോയിൻ്റൊക്കെ കിട്ടുന്നു മാത്രം. 10 മിനിറ്റിലൊന്നും വന്നില്ലെങ്കിൽ ഇറങ്ങുക കേട്ടോ, അത്രയുള്ള കാര്യം. പിന്നെ സൈഡ് ബാങ്ക് നിഫ്റ്റിയാണ്. ഇത് 18-ാം തീയതി ഉണ്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. നമുക്ക് ബൈസ് ക്ലോസ് ചെയ്ത് സെല്ലേഴ്സ് ഈ ക്യാൻഡലാണ് വരുന്നത്. അതിനുശേഷം ലിമിറ്റിക്കൊന്നും വന്നിട്ടില്ല, ഒരു 10-15 പോയിന്റ് മുകളിലാണ്. ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല, അത് എടുക്കണ്ട. ഇനി മുകളിലാണെങ്കിലും ഇവിടെ നമുക്ക് ട്രേഡ് കിട്ടി 30 പോയിന്റ് ഇടുക, ലിമിറ്റിൽ എടുക്കാത്തിരി മുകളിൽ എടുക്കുക, ഏതാണെങ്കിലും കുഴപ്പമില്ല. അതൊരു 30 പോയിന്റ് മുകളിലേക്ക് വേണ്ടത് 1:2 ഒരു പൊസിഷനാണ് വെച്ചാണത്. 1:2 എത്തിയിട്ടില്ല, 1:1 മുകളിൽ ഒരു 50 പോയിൻ്റൊക്കെ ഈ ചെടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ക്യാൻഡിൽ അടിക്ക് വന്ന് തിരിച്ച് കയറുന്ന സമയത്ത് പിന്നെ എടുക്കാം. ഇവിടെ കണ്ടില്ലേ തിരിച്ച് കയറണം. ഇനിയിപ്പോൾ ഇവിടെ തിരിച്ച് കയറുമ്പോൾ അടുത്തൂടെ ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കയറുമ്പോൾ എടുക്കാം. ട്രാപ്പുകൾ എന്തായാലും വരും, അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം ഇരിക്കാൻ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഇത്രയും പ്രോഫിറ്റ് കിട്ടി, ഇവിടെ ഒരു 30 പോയിന്റ് SL കൊടുക്കേണ്ട വരും, അത്രയുള്ള കാര്യം. അല്ലെങ്കിൽ ഒരു 10 പോയിന്റ് നിങ്ങൾ ഇറങ്ങേണ്ട വരും, 10 മിനിറ്റിൽ ഇറങ്ങേണ്ട വരും. പിന്നെ അടിയിലേക്ക് വന്ന് തിരിച്ച് കയറുമ്പോൾ പിന്നെ എടുക്കാം. ഈ തിരിച്ച് കയറൽ പറ്റില്ല കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാണ്ട് ഇത്രയും അടിയിലേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു ക്യാൻഡില് റെഡും ഗ്രീനും വന്നിട്ടുള്ള ഒരു ക്യാൻഡില് ഇവിടെ നമുക്ക് പറ്റില്ല. ഇത് ഈ ഒരു ലോ എത്തി, പിന്നെ നമുക്ക് ഇതേ പ്രൈസിലേക്ക് വന്ന് തിരിച്ച് കയറുമ്പോൾ എടുക്കാം. അപ്പോൾ നമുക്ക് പിന്നീട് കാണാൻ പറ്റും സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണത്. നമുക്ക് 30 പോയിന്റ് അടിക്കില്ല, സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയും ചെയ്യും, 10 മിനിറ്റിൽ നമ്മൾ ഇറങ്ങുകയും ചെയ്യും. ഇതൊക്കെ ഇവിടെ നടക്കും. അപ്പോൾ തിരിച്ചു കയറുമ്പോൾ ഇങ്ങനെ എടുക്കേണ്ടത്. തിരിച്ചു കയറുമ്പോൾ അത്രയും സ്ട്രോങ് ആവണമെങ്കിൽ, ഇത്രയും സ്ട്രോങ് നിൽക്കണമെങ്കിൽ ഇത്തിരി ഇറങ്ങി പോയിട്ട് തിരിച്ചു കയറുമ്പോഴാണ് ഇത്രയും സ്ട്രോങ് നിൽക്കുള്ളൂ. ഇതൊക്കെ എൻ്റെ ഒരു തിയറിയാണ് കേട്ടോ, അല്ലാണ്ട് പ്രത്യേകിച്ച് ആരും പറഞ്ഞു തന്നിട്ടുള്ളതൊന്നുമല്ല, ഞാൻ പറയുകയാണ്. പിന്നെ അടിയിലേക്ക് ഇറങ്ങി തിരിച്ചു കയറുമ്പോൾ പിന്നെ എടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ അടിയിലേക്ക് ഇറങ്ങണ ഫാസ്റ്റിൽ തിരിച്ചു കയറുമ്പോൾ അവിടെ നല്ല സ്ട്രഗിളിംഗ് ആണ് മോളിക്ക് പോകാൻ വേണ്ടിയിട്ട്. പ്രൈസിനെ മോളിക്ക് കൊണ്ട് ഭയങ്കര സ്ട്രഗിളിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് പറയാനുള്ളത്. നിങ്ങൾ ട്രേഡൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് ലോജിക്ക് മനസ്സിലാക്കുക. എൻ്റെ ഒപ്പം ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ പോകാൻ നോക്കട്ടോ, എന്നാലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഇവിടെ എടുത്തുകൊണ്ട് നിങ്ങൾ പ്രോഫിറ്റ് വരില്ലേ. മെയിനായിട്ട് നിങ്ങൾ ചാർട്ടിലിരിക്കാൻ പറ്റുന്ന ആൾക്കാർ ഉണ്ടെങ്കിലാണ് ഗ്രൂപ്പിൽ കയറിയിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് കാണുന്ന പ്രൈസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ സെല്ലേഴ്സ് ഹോൾഡ് ചെയ്യണ പൊസിഷൻസാണ്. അവിടെ ഈസിയായിട്ട് SL ഹണ്ട് ചെയ്തിട്ടേ പോവുള്ളൂ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. റെഡ് ക്യാൻഡിൻ്റെ പോളിഗ്ലോസൊക്കെ കിട്ടണം നോക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കണം മിനിമം. ഞാൻ പിന്നെയും പറയാം, ഇതൊരു 50% നിങ്ങളിപ്പോൾ ഈ എക്സ്ട്രീം സ്റ്റഡി എന്ന് പറഞ്ഞ സംഭവം ഞാൻ അവിടെ കോഴ്സായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 50% നിങ്ങൾ ഇത്രയും കാര്യമാണ് പഠിക്കേണ്ടത്. ബാക്കി 50% എങ്ങനെ പ്രൈസ് കിട്ടുന്നു എന്നുള്ളതാണ്. അത് വേറൊരു ടോപ്പിക്കാണ്. പ്രൈസ് കിട്ടിയ ശേഷം ഉള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ വേണം ട്രേഡ് എടുക്കാൻ, എങ്ങനെ വേണം അതൊക്കെ ചെയ്യാമെന്നാണ് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വെറുതെ ഇരുന്ന് ഫ്രീ ആയിട്ടുള്ള കോഴ്സ് പോലെ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ പ്രൈസ് തന്ന ശേഷം എങ്ങനെ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി എങ്ങനെ ഈ പ്രൈസ് കിട്ടുന്നു എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. അതൊരു വേറെ 50% മാത്രമേ ഉള്ളൂ. അത് വളരെ ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാവുന്നതാണ്. സ്വന്തമായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. മാക്സിമം ഇമോഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റണം അങ്ങനത്തെ ഓരോ ഭാഗങ്ങളിൽ ട്രേഡ് എടുക്കുമ്പോൾ. അല്ലാതെ ഒരുമിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ, അല്ലാണ്ട് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് പിന്നെ എനിക്കൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ ആകുമ്പോൾ നിർത്തുക. അത് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, നല്ല പ്രോഫിറ്റ് വരുന്ന ദിവസങ്ങളിൽ നല്ല പ്രോഫിറ്റ് വന്ന ആൾക്കാർ നിർത്തുക. പ്രോഫിറ്റ് ഇല്ലാത്ത ആൾക്കാർ മാത്രം ഗ്രൂപ്പിൽ നിന്ന് പറഞ്ഞ ട്രേഡ് എടുത്താൽ മതി. ഞാൻ ഇടാണ്ടിരിക്കില്ല. ഇടുന്ന ട്രേഡ് എല്ലാവരും എടുക്കുക എന്നുള്ള കൺസെപ്റ്റ് അല്ല. നല്ല പ്രോഫിറ്റ് വന്ന് നിർത്തുക, അത്രയുള്ള കാര്യം. ഇപ്പോൾ ടോട്ടൽ ഇന്നത്തെ ദിവസം കുറിച്ച് എന്താണ് പറയാനുള്ളത്, നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ വാച്ച് ചെയ്യാട്ടോ. റിപ്പീറ്റ് അടിച്ച് വാച്ച് ചെയ്താലാണ് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളുടെ സെറ്റപ്പിൽ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അത്രക്കുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. നാളെ എക്സ്പയറി ഡേ ആണ് നിഫ്റ്റിയുടെ. അപ്പോൾ അതും ഡിഫിക്കൽട്ട് ദിവസമാണ്. അത്രയും സെല്ലിംഗ് പ്രഷർ വരുന്ന ദിവസം കൂടിയാണ് നാളെ. ട്രെൻഡിങ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് ഭയങ്കര പ്രോബ്ലമാണ്. സൈഡ് വൈസിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് SL പോകാൻ സാധ്യതയുണ്ട്. 10 ക്യാൻഡിൽ നിങ്ങൾ ഇറങ്ങേണ്ട വരും. അതൊക്കെ മൈൻഡിൽ വെച്ചിട്ട് നാളത്തെ ദിവസത്തേക്ക് വന്നിട്ട് റെഡി ചെയ്യാൻ നോക്കുക കേട്ടോ. നാളെ ഈസി അല്ല. പിന്നെയും പറയാമല്ലോ, എക്സ്പയറി ഡേയ്സിൽ ഈസി അല്ല കാര്യങ്ങൾ. ക്രൂഡ് ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക. പ്രീമിയം കൂടുതലാണ്. നിങ്ങൾ മിനിയിലോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയ്ക്കുള്ളൂ. അപ്പോൾ നാളാണ്. ഓക്കെ, ബൈ.